എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന മെഷീൻ ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീനാണ്. ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് സിംഗിൾ ഫേസ് കറണ്ട് മതി വീട്ടിലോ അല്ലെ ചെറിയൊരു സ്പേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് ഓട്ടോമാറ്റിക് സിപ്പർ പാക്കിംഗ് മെഷീൻ. ഈ മെഷീനിൽ പ്ലാസ്റ്റിക്കിന്റെ റോള് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് ഈ മെഷീനിലൂടെ നമ്മുടെ ലിക്വിഡ് പമ്പ് വഴി മെഷീനിലേക്ക് വരികയും അങ്ങനെ ഇതിനകത്ത് ഫുൾ ഫില്ലിംഗ് പ്രോസസ്സ് നടത്തും. പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് പാക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് മെഷീൻ ഒന്ന് ഓൺ ചെയ്യാം. ഇത്തരത്തിലാണ് അതിന്റെ ഫില്ലിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഇങ്ങനെ സിംഗിൾ പൗച്ചായിട്ട് നമുക്ക് ലഭിക്കും. ഇത് സിപ്പപ്പാണ്. അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഒരു 40 മില്ലി ലിക്വിഡാണ്. ഇത് പ്ലെയിൻ റോളിലാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. കസ്റ്റമർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് ഡിസൈൻഡ് പൗച്ച് ചെയ്യാം. ഇത്തരത്തിലുള്ള ഡിസൈൻസിലൊക്കെ നമുക്ക് പൗച്ചുകൾ മാർക്കറ്റിൽ ഇറക്കാം. കുറച്ച് ഭാഗം ട്രാൻസ്പെറൻ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള പ്രൊഡക്റ്റ് പുറത്ത് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു മെഷീനിൽ അറൌണ്ട് 30 to 35 പാക്കറ്റ്സ് ആണ് ഒരു മിനിറ്റിൽ നമുക്ക് കിട്ടുക. 10,000-2000 പൗച്ചസ് ഒരു മണിക്കൂർ നമുക്ക് ചെയ്യാം. ഇങ്ങനെ ഇത് മെക്കാനിക്കൽ മോഡലാണ്. ഇങ്ങനെ സൈഡ് സീൽ ചെയ്ത് സെൻറ്റർ സീൽ ചെയ്താണ് ഇത് വരുന്നത്. ഈ ഒരു മെഷീനിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ പല ആളുകളുടെയും ഡൗട്ടാണ് ഇതിൻ്റെ ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അതിൻ്റെ പൗച്ചിൻ്റെ വീതി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നമ്മളിത് കാണിച്ചു തരാം. മെഷീൻ ഒന്ന് ഓഫാക്കിയിട്ട് അതിൻ്റെ സിസ്റ്റം കാണിച്ചു തരാം. ഇതിനകത്തൊരു ഗിയറുണ്ട്, പിച്ച് ഗിയർ എന്നാണ് പറയുന്നത്. നമുക്ക് ഈ ഗിയർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മെഷീനകത്ത് മോട്ടർ, ഗിയർ ബോക്സിന്റെ മുകളിലായിട്ടൊരു ഗിയറുണ്ട്. പിച്ച് ഗിയർ എന്ന് പറയും. ആ പിച്ച് ഗിയർ നമ്മൾ മാനുവലി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 200 mm ഹൈറ്റ് വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള ലെങ്തുള്ള അഡ്ജസ്റ്റ് ചെയ്യുന്ന ഗിയർ ഇട്ട് കൊടുത്താൽ നമുക്ക് ആ രീതിയിൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ പൗച്ചിന്റെ വീതി നമുക്ക് ഈ ഒരു ഫോർമാറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, സൂട്ട് എന്നാണ് പറയുക, ഈ ഒരു ഫോർമാറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൗച്ചിന്റെ വീതി ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ കളർഫുള്ളായിട്ട് ഡിസൈനിലുള്ള പൗച്ചിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിപ്പപ്പ് എന്ന ഉൽപ്പന്നം നിങ്ങൾക്ക് മാർക്കറ്റിലുണ്ടാക്കാം. പിന്നെ സിപ്പപ്പ് കൂടാതെ ഫ്രൂട്ട് സലാഡ്, അങ്ങനെ പലതരത്തിലുള്ള മെഷീൻസ് ഉണ്ട്. അപ്പോൾ കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ഏത് തരത്തിലുള്ള മെഷീനും നിർമ്മിച്ച് നൽകുന്നുണ്ട്. കേരളത്തിലെ എല്ലായിടത്തും നമ്മളുടെ സേവനം ലഭ്യമാണ്. നമ്മളുടെ കമ്പനിയാണ് റോസോ ഇന്റർനാഷണൽ. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു മെഷീനിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണെന്ന് വെച്ചാൽ ലാമിനേറ്റഡ് പ്ലാസ്റ്റിക്കാണ്, 2 ലെയർ ലാമിനേറ്റഡ്. നമുക്കിതിൻ്റെ സീലിംഗ് ഏരിയ 1 സെൻറ്റിമീറ്റർ സീലിംഗ് ഏരിയ ഉണ്ടാവും. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.